ഗടി നമ്മുടെ പാട്ടുണ്ടല്ലോ, കാന്താ ഞാനും വാരാ തൃശ്ശൂർ പൂരം കാണാ, കാന്താ ഞാനും വാരാ തൃശ്ശൂർ എക്സിബിഷൻ കാണാൻ. എല്ലാവരും എൻ്റെ പാട്ടൊക്കെ കേട്ടിട്ട് പേടിക്കണ്ട. ഇത് നമ്മുടെ തൃശ്ശൂർ പൂരം പോലെ തന്നെ മറ്റൊരു ലഹരിയാണ് കേട്ടോ, തൃശ്ശൂർക്കാരുടെ പൂര എക്സിബിഷൻ. എല്ലാ കൊല്ലവും പ്രത്യേകിച്ച് ഒന്നും മേടിച്ചില്ലെങ്കിലും എല്ലാ സ്റ്റോളുകളും കയറി നിറങ്ങി നടന്ന് ഫോട്ടോസ് എടുത്ത് ഐസ്ക്രീമും വാങ്ങി കഴിച്ച് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ കിട്ടുന്ന വൈബ് ഉണ്ടല്ലോ, അത് വേറെ എവിടെയും കിട്ടില്ല. അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് പോകുന്നത്. ഇത്തവണ ഞാൻ എല്ലാ തവണത്തേക്കാളും കുറച്ചധികം സാധനങ്ങൾ മേടിച്ചിട്ടോ, അല്ലെങ്കിൽ ഞാനൊന്നും മേടിക്കാറില്ല. ഇതുപോലെ ഈ കാണുന്ന 5 കപ്പ് 150 രൂപ, 6 കപ്പ് 200 രൂപ, അങ്ങനെയൊക്കെയുള്ള ഇത് കളക്ഷനിലെ ഒരു 5 കപ്പിൻ്റെ ഒരു സെറ്റ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ സ്വീറ്റ്സ് ഉണ്ട്, പല പല വെറൈറ്റി അച്ചാറുകളുണ്ട്, പിന്നെ കമ്മല്, മാല, വള, മെഹന്തി ഇടുന്നത്, അതുപോലെ തന്നെ പുട്ടിൻ്റെ മാത്രമായിട്ടുള്ള ഷോപ്പ്, പിന്നെ കൃഷ്ണൻ്റെ സ്റ്റാച്യൂസ്, അങ്ങനെ കുറേ സ്റ്റോളുകളുണ്ട് കേട്ടോ. മുൻപൊക്കെ പണ്ട് പോയപ്പോൾ തൊട്ട് ഇപ്പോഴത്തെ ഉള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, പണ്ട് റിപ്പീറ്റഡ് ആയിട്ടുള്ള കുറേ സ്റ്റോളുകൾ കാണാം. ഇപ്പം റിപ്പീറ്റഡ് ആയിട്ടുള്ളതില്ല, കാരണം പുതിയ വെറൈറ്റി സ്റ്റോളുകൾ വന്നപ്പോൾ എല്ലാം ഇപ്പോൾ പൂവിൻ്റെ കടയാണെങ്കിലും ഒക്കെ ഒന്നുള്ളൂ. ഈ കാണുന്ന 2 ഇണപ്രാവുകളെ ഞാൻ മേടിച്ചു കേട്ടോ. ഒരെണ്ണത്തിന് 100 രൂപയാണേ. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നി, അപ്പോൾ ഞാനത് മേടിച്ച് എൻ്റെ റൂമിൽ കൊണ്ടുവച്ചു. പിന്നെ ഫിഷിൻ്റെ കുറേ സ്റ്റോളുകളുണ്ട്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫിഷസ്, പിന്നെ കുട്ടികൾക്ക് വേണ്ട കുറേ ആക്ടിവിറ്റീസ്, അതായത് റൈഡ്സ് ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഞാൻ മെയിനാകെ ഒരു റൈഡിലൊക്കെ പറ്റുള്ളൂ, കാരണം ഓരോ റൈഡിനും നല്ല റേറ്റാണ്. നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കൊക്കെ അതല്ലേ പറ്റുള്ളൂ. കുട്ടികളെ ഓർണത്തിലൊക്കെ കയറ്റിയിട്ട് മതി എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരാനുള്ള നമ്മൾ ചെയ്യുക. പിന്നെ പാവ അവളെ ഒരെണ്ണത്തിൽ കയറിയിരുന്നുള്ളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ പോയത് വൈകുന്നേരം ടൈമിലായിരുന്നു, തിരക്കധികം ഇല്ലായിരുന്നു കേട്ടോ. ചൂട് കുറഞ്ഞ സമയത്ത് നോക്കിയിട്ടാണ് പോയത് കേട്ടോ. പിന്നെ മിഴിക്ക് കളിക്കാൻ ക്ലേ മേടിച്ചു. അവൾ ആദ്യം സൈലോഫോണിന് വേണ്ടി ഭയങ്കര വാശിയായിരുന്നു, അത് തന്നെ വേണം. പക്ഷെ അത് ചെറിയൊരു സൈലോഫോണിന് എന്തൊരു റേറ്റാണ്. അപ്പം ഞാൻ ഈ ക്ലേ ഒക്കെ കാണിച്ച് അവളൊക്കെ പറഞ്ഞ് ഇതാണ് നല്ലതെന്നൊക്കെ പറഞ്ഞ് അത് മേടിപ്പിച്ചു. പിന്നെ ആ കുട്ടികൾക്ക് ഇങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇങ്ങനെ വേഷം കിട്ടിയിട്ടുള്ള ആൾക്കാർ, കുറേ പ്ലാന്റ്സ് ഉണ്ട്, ഫിഷ് ഉണ്ട്. പിന്നെ ഇതായി കാണുന്ന ഈ തത്തമ്മ ഉണ്ടല്ലോ, അതായത് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ വേറെ സൗണ്ടിൽ പാടുന്ന തത്തമ്മ, അതും മേടിച്ചു കേട്ടോ. അത് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ പിറ്റേ ദിവസം തന്നെ അത് പൊട്ടും ചെയ്തു, സെറാമിക്കാണേ. പിന്നെ എനിക്ക് ഐസ്ക്രീമും മേടിച്ചു കൊടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ